നമ്മുടെ സുഗമോദേവി ആകപ്പാടെ മുട്ടൻ ട്വിസ്റ്റിലേക്കാട്ടോ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രഭാവതിയെ ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കേട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതി ആകെ പേടിച്ച് വരച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥന്റെ അടുത്ത് ചെന്ന് കരയുന്നുണ്ട്. എനിക്ക് ആകെ പേടിയാകുന്നു സിദ്ധു, ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി കുറെ കരയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ നന്ദനോട് പറയുന്നുണ്ട്, അമ്മ നമ്മളെ കുറെ കരയിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അമ്മയെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട സമയമാണിത്. ഒരു മക്കളോടുണ്ടായിരുന്ന ഒരു എന്താ പറയുക പൊസസീവ്നെസ് മാത്രമായിരുന്നു അമ്മ ഇത്ര ഒന്നാളും ചെയ്തു കൂട്ടിയത്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അമ്മയെ ചേർത്ത് നിർത്തണം, അമ്മയ്ക്ക് താങ്ങും തണലും ആകണം എന്നൊക്കെ പറയുകയാണ്. അപ്പം നന്ദനാകണമെങ്കിൽ ആകപ്പാട് തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുന്ന അവസ്ഥ, ദേവിയെയും പോലും കാണുന്നില്ല അല്ലേ, ആകപ്പാട് തലക്ക് വട്ടായി നിൽക്കുവാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവി ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടല്ലോ, ഒരു എസ്തപ്പാൻ്റെ വീട്ടിൽ ഒരു മുറിയിൽ ആരൊക്കെയോ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ തുറക്കാൻ പോകുമ്പോൾ നമ്മുടെ എസ്തപ്പാൻ വന്ന് കുറേ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മച്ചിയോട് ചോദിക്കണം, അമ്മച്ചിയും പറയുന്നുണ്ട് മോൾ അവരെ പറ്റി ഒന്ന് അന്വേഷിക്കേണ്ട, എസ്തപ്പാൻ ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. ശേഷം ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവി ആ മുറി തുറന്ന് നോക്കുകയാണ്. പക്ഷെ ആരാണെന്ന് കാണുന്നില്ല കേട്ടോ. അതിക്ക് മുന്നേ തന്നെ നമ്മുടെ എസ്തപ്പാൻ വന്ന് മുടക്കം തടസ്സം നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എസ്തപ്പാൻ നമ്മുടെ അമ്മച്ചിയോട് പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നത് ആകപ്പാട് അപകടമാണല്ലോ, ഇവളെങ്ങാനും കണ്ടാൽ ആകപ്പാട് കുടയില്ലേ, അപ്പൊ ആ മുറിയിൽ ആരാണുള്ളത്, അതും ഒരു വലിയ ചോദ്യം തന്നെയാട്ടോ. എന്തൊക്കെയോ ഭയങ്കര ട്വിസ്റ്റുകളാണ് നമ്മുടെ സുഗമോദേവിയിൽ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.